ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ എക്സാമൊക്കെ അടുക്കാറാവുന്ന സമയത്ത് നമ്മളെല്ലാവരും അല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ തന്നെ റിസൾട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുൾ മാർക്ക് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ബേസിക് നമുക്ക് എന്ത് വേണം, ഒരു A+ എങ്കിലും നമുക്ക് വേണം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ A+ എത്തിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ന്യൂറൽ കൺട്രോളിൻ്റെ ചാപ്റ്റർ എന്നാണ്. ഈ ഒരു ഫ്ലോ ചാർട്ട് ആക്ച്വലി ഇതൊരു സിമ്പിൾ ഫ്ലോ ചാർട്ടാണ്, പക്ഷെ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ഫ്ലോ ചാർട്ടാണ്. ഇൻ ദ ഫോളോയിങ് ചാർട്ട് ABCD നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രെയിനിനെ അറിയാം, മിഡ് ബ്രെയിനും ഹൈൻഡ് ബ്രെയിനും തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏതാ ഉള്ളത്, നമ്മുടെ A എന്ന് പറഞ്ഞാൽ ഫോർ ബ്രെയിൻ ആണ് അല്ലേ, ഫോർ ബ്രെയിൻ. പിന്നെ നമുക്കിവിടെ സെറിബ്രം ഉണ്ട്, തലാമസ് ഉണ്ട്, പിന്നെ ആരെയാ ഉള്ളത്, നമ്മുടെ ഹൈപ്പോതലാമസ്. റെഡി. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ മിഡ് ബ്രെയിനിന് അല്ലേ 4 ഉണ്ടകളാണുള്ളത്. അതിന് നമ്മൾ എന്താ പറയുക, കോർപോറ ക്വാഡ്രിജെമിന. ദെൻ നമുക്ക് ഹൈൻഡ് ബ്രെയിനിന് പോൺസും മെഡുലയും തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് സെറിബെല്ലം. സോ ഇത് 4 നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കാണ് കിട്ടുക. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, നെയിം ദ ട്രാക്ട് ഓഫ് നെർവ് ഫൈബേഴ്സ് വിച്ച് ഹെൽപ്പ് ടു കണക്ട് ദ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. നമ്മുടെ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ട്രാക്ട് ഓഫ് നെർവ് ഫൈബേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കട്ടെ, 2, 4, 5 എണ്ണമാണ് ഫില്ല് ചെയ്യാൻ തന്നിട്ടുള്ളത്. A B C and D. ഓക്കെ, 4 ഉണ്ടല്ലേ, ഞാൻ എഴുതിയത് 4 ഉണ്ടല്ലേ, ABCD. ഓക്കെ, അപ്പോൾ ട്രാക്ട് ഓഫ് നെർവ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതാണ്, കോർപ്പസ് കലോസും. നമ്മുടെ 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെ കണക്ട് ചെയ്യുന്നത് കോർപ്പസ് കലോസും. ഇതിന് 1 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും, 3 മാർക്ക് കിട്ടും. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ എക്സ്ക്രീഷനിൽ നിന്നാണ്. ഇത് മിസ് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇത്, ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ. അപ്പോൾ ഇവിടെ ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ തന്നിട്ടുണ്ട്, നൈട്രോജനസ് വേസ്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ എക്സാമ്പിളാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ബേർഡ്സ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ്, നൈട്രോജനസ് വേസ്റ്റ് യൂറിക് ആസിഡ് ആണ്. യൂറിക് ആസിഡ് ആണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ ആണ്, യൂറിക്കോടെലിക് ആണ് അല്ലേ. ഇനി നമുക്ക് യൂറിയോടെലിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിവിടെ ഉറപ്പിക്കാം യൂറിയാണ്. ആൻഡ് ഇവിടെ ഏത് എക്സാമ്പിൾ എഴുതണം എന്നുള്ളത് നിങ്ങൾ ഈ ബോക്സിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ബോക്സിൽ നമുക്ക് മാമൽസ് ഉള്ളതുകൊണ്ട് മാമൽസ് യൂറിയാണ്, അപ്പോൾ മാമൽസിന് എഴുതുന്നു. നമുക്ക് തോന്നിയത് എഴുതരുത്, ആ ഫ്രോഗ് യൂറിയാണെന്നാൽ ഫ്രോഗിന് എഴുതി കളയാനും കരുതരുത്, ബോക്സ് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ദെൻ ഇവിടെ നമുക്ക് പിന്നെ ഏതാണുള്ളത്, അമോണിയ ആണെങ്കിൽ നമുക്കറിയാം അമോണോടെലിക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ ആരാ വരിക, നമുക്ക് അമോണിയ ആയിട്ട് നമ്മുടെ ബോണി ഫിഷ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ. അത് എന്തിൻ്റെ ബേസിസിലാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റിൻ്റെ ബേസിസിലാണ്. ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് വാട്ട് ഡസ് ഇറ്റ് ഡിനോട്ട്, ഇതെന്താണ്, ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഇലക്ട്രോകാർഡിയോഗ്രാം. ചില സമയത്ത് ECG എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഏറ്റവും കറക്റ്റ് ആൻസർ ഇലക്ട്രോകാർഡിയോഗ്രാം ആണ്. പക്ഷേ ചില സമയങ്ങളിൽ ആൻസർ കീയിൽ ഗ്രാഫും കൂടെ ഓപ്ഷനിൽ വരാറുണ്ട് കേട്ടോ. എക്സാക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗ്രാമാണ്. ദെൻ വാട്ട് ഡസ് P, QRS ആൻഡ് T വേവ് റെപ്രസെൻറ്റ്. അപ്പോൾ നമ്മുടെ B നമുക്കിവിടെ എഴുതിയാലോ, P എന്താണ്, QRS എന്താണ്, ദെൻ T വേവ് എന്താണ് അല്ലേ. അപ്പോൾ P വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റത്തെ ഇനീഷ്യൽ വേവ് ആണ്. ഇതാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്, നമ്മൾ ഓറിക്കുലാർ അല്ലെങ്കിൽ ഏട്രിയൽ ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഓഫ് ഏട്രിയൽ ഡീപോളറൈസേഷൻ. ദെൻ QRS കോംപ്ലക്സ് എന്താ കാണിക്കുന്നത്, നമ്മുടെ വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ. ദെൻ ലാസ്റ്റ് നമ്മുടെ T വേവ് കാണിക്കുന്നത് എന്താണ്, വെൻട്രിക്കിളിൻ്റെ റിലാക്സേഷൻ ആണ് അല്ലേ. അപ്പോൾ വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് നമ്മൾ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ഇറ്റ്സ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ECGയുടെ കർവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. എനി വേരിയേഷൻ ഫ്രം ദ സ്റ്റാൻഡേർഡ് ECG, from standard ECG indicate
abnormality of heart. നമ്മളുടെ ഹാർട്ടിന് എന്തൊക്കെയോ അബ്നോർമാലിറ്റി ഉണ്ട് എന്നാണ് നമ്മുടെ ഇ സി ജിയിലുള്ള വേരിയേഷൻസ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് QRS കോംപ്ലക്സ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും കിട്ടും, നമ്മുടെ ഹാർട്ട് ബീറ്റും കിട്ടും എന്നുള്ളതും അതിൻ്റെ കറക്റ്റ് വരും. ആൻഡ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൽ ഇ സി ജി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെയാണ് നമ്മുടെ ഈ ഒരു ബ്രീത്തിങ്ങിൻ്റെ ചാപ്റ്ററിൽ ഈ ഒരു കർവ് വരുന്നത്. ആൻഡ് ഈ ഒരു കർവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓക്സിജൻ ഡിസോസിയേഷൻ കർവാണ്, അല്ലെങ്കിൽ ഇതിനെ സിഗ്മോയിഡ് കർവ് എന്നും പറയാറുണ്ട്, സിഗ്മോയിഡ് കർവ്. പക്ഷേ കുറച്ചുകൂടി കറക്റ്റ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവാണ്. ഈ ഗ്രാഫ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയാറുണ്ട്. ഇതിൻ്റെ വൈ ആക്സിസിൽ എന്താണ്, എക്സ് ആക്സിസിൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. എക്സ് ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ്, ആൻഡ് വൈ ആക്സിസിലാണെങ്കിൽ എന്താണ്, പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ആണ്. ഐഡൻറ്റിഫൈ ദ ബോഡി പാർട്സ് ഇൻ വിച്ച് ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ ആൻഡ് ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ ഒക്കെ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, അസോസിയേഷൻ നടക്കുന്ന സ്ഥലം ഏതാണ്, അതേപോലെ തന്നെ ഡിസോസിയേഷൻ നടക്കുന്ന സ്ഥലം ഏതാണ്. ഇത് രണ്ടുമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അസോസിയേഷൻ, ഓക്സിജൻ്റെ ഹീമോഗ്ലോബിൻ്റെ അസോസിയേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം, അവർക്ക് ഓക്സിജൻ്റെ അഫിനിറ്റി ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുതലായിരിക്കണം. അപ്പോൾ പാർഷ്യൽ പ്രഷർ കൂടുതലുള്ള സ്ഥലം ആൽവിയോളൈ ആണ്. ആൻഡ് ഡിസോസിയേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ ഏറ്റവും ലോയും കാർബൺ ഡൈ ഓക്സൈഡ് ഹൈയും ആവുന്ന സ്ഥലമാണ് നമ്മളുടെ ടിഷ്യൂസ്. അപ്പോൾ നമുക്ക് ഇത് എഴുതാം, ടിഷ്യൂസ് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മെൻഷൻ എനി 2 ഫാക്ടേഴ്സ് which are favorable for the dissociation. എന്തിന് ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്? ഫേവറബിൾ ഫാക്ടേഴ്സ് എന്ന് കാണുമ്പോൾ തന്നെ ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷന് ഫേവറബിൾ എന്ന് നമ്മൾ ചിന്തിക്കരുത്. എന്തിന് ഫേവറബിൾ ആണ്? ഡിസോസിയേഷന് ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ ഡിസോസിയേഷന് ഫേവറബിൾ എന്ന് പറയുമ്പം പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ മാത്രം ലോ, ബാക്കി പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ, ടെമ്പറേച്ചർ ഹൈ, ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ഹൈ. ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ മാത്രമല്ലോ, ബാക്കി എല്ലാവരും എന്താണ്, ഹൈ ആണ്. അതാണ് ഡിസോസിയേഷന് ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടർ. ദെൻ അടുത്തത് നമ്മുടെ ഫോട്ടോസിന്തസിസിൻ്റെ ചാപ്റ്റർ എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. കാൽവിൻ സൈക്കിൾ ഓർ C3 സൈക്കിൾ ഇൻ ഫോട്ടോസിന്തസിസ് ഹാവ് 3 സ്റ്റേജസ് അല്ലേ. നമുക്ക് നമ്മുടെ C3 സൈക്കിളിൽ 3 സ്റ്റേജസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഐഡൻറ്റിഫൈ ദ 3 സ്റ്റേജസ്. ആ 3 സ്റ്റേജസ് ഏതൊക്കെയാണ്? ഇത് എക്സാമിന് സ്ഥിരമായിട്ട് വരാറുള്ളൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മുടെ കാർബോക്സൈലേഷൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫിക്സേഷൻ. രണ്ടാമത്തതാണ് നമ്മുടെ റിഡക്ഷൻ. എന്നിട്ട് നമ്മൾ എന്തുണ്ടാക്കുകയാണ്, നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുകയാണ്. മൂന്നാമതായിട്ട് നമ്മുടെ RUBPനെ നമ്മൾ റീജനറേറ്റ് ചെയ്യുകയാണ്, ദാറ്റ് ഈസ് റീജനറേഷൻ സ്റ്റെപ്പ്, റീജനറേഷൻ. ദെൻ അടുത്തത്, വിച്ച് ഇസ് ദ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ഇൻ കാൽവിൻ സൈക്കിൾ. അപ്പോൾ കാൽവിൻ സൈക്കിളിൽ ആദ്യത്തെ ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു 5 കാർബൺ കോമ്പൗണ്ട് ആണ്, ദാറ്റ് ഈസ് RUBP. ഈ ഒരു സൈക്കിൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം മക്കളെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ആ സൈക്കിൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, ഒന്നുകൂടി വരച്ച് കാണിച്ചു തരാം. റൈറ്റ്, എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. അപ്പോൾ നമ്മളോട് പറഞ്ഞ എന്താണ്, സൈക്ലിക്കും അതേപോലെ തന്നെ നോൺ സൈക്ലിക്കും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും എവിടെയാണ് നടക്കുന്നത്. അപ്പോൾ നോൺ സൈക്ലിക്ക് നടക്കുന്നത് നമുക്കറിയാം ഗ്രാനയിലാണ്, ആൻഡ് സൈക്ലിക്ക് നടക്കുന്നത് നമുക്കറിയാം സ്ട്രോമ ലാമെല്ലയിലാണ്. സ്ട്രോമ ലാമെല്ലി. ഇതിൽ ഓരോന്നിലും എത്ര തരം ഫോട്ടോ സിസ്റ്റംസ് ഉണ്ട്? ഇതിലാകെ ഫോട്ടോ സിസ്റ്റം 1 മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കറിയാം ഫോട്ടോ സിസ്റ്റം 1 ഉണ്ട്, അതേപോലെ തന്നെ ഫോട്ടോ സിസ്റ്റം 2 ഉണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ സൈക്ലിക് എന്ന് നോൺ സൈക്ലിക് എന്നും പറയുന്നത്? ഇവിടെയാണെങ്കിൽ സൈക്ലിക് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ആണ്, സൈക്ലിക് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. ഇവിടെയാണെങ്കിലോ നോൺ സൈക്ലിക് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. ഇവിടെയാണെങ്കിൽ നമുക്ക് ATP സിന്തസൈസ് ചെയ്യുന്നുണ്ട്, NADPH സിന്തസിസ് നടക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ ഓൺലി ATP. ഇനി വാട്ടറിൻ്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്ന നോൺ സൈക്ലിക്കിലാണ്. വാട്ടർ സ്പ്ലിറ്റിംഗ് ഒക്കർ, അതേപോലെ തന്നെ ഓക്സിജൻ റിലീസ്. ഇവിടെ അത് രണ്ടും ഇല്ല. റെഡി, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഫോട്ടോസിന്തസിസിൻ്റെ ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു 3 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. ഇനിയുള്ളതാണ് നമ്മുടെ സെൽ സൈക്കിളിൻ്റെ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. ഗിവൻ ബിലോ സർട്ടൻ പ്രോസസ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് prophase 1 of meiosis 1. meiosis 1ൻ്റെ prophase 1ൽ നടക്കുന്ന കുറച്ച് ഈവൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. നമ്മളോടത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഈവൻറ്റ്സ് ഉണ്ട്, 4 സ്റ്റേജസ് തന്നിട്ടുണ്ട്. ആ 4 സ്റ്റേജസിൽ ഓരോന്നിലും നടക്കുന്നത് എന്തൊക്കെ? ഓക്കെ, അപ്പോൾ സൈഗോട്ടിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന എന്താണ്, നമ്മുടെ ഹോമോലോഗസ് ക്രോമസോംസ് പെയർ ചെയ്യാണ് അല്ലെങ്കിൽ സിനാപ്സിൻ്റെ ഫോർമേഷൻ നടക്കുന്ന സ്റ്റേജാണ്. സോ നമുക്കിവിടെ എഴുതാം
ഫോർമേഷൻ ഓഫ് സിനാപ്സസ്, രണ്ടാണ് ഇവിടെ വരിക. ദെൻ പാക്കറ്റീൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ ക്രോസിംഗ് ഓവർ വരണം. സോ ഒന്നാണ് ഇവിടെ വരിക, ക്രോസിംഗ് ഓവർ. ദെൻ അടുത്തായിട്ട് ഡിപ്ലോട്ടീൻ. ഡിപ്ലോട്ടീനിലാണെങ്കിൽ എന്താണ്, നമ്മളുടെ ഡയകൈനസിന് മുമ്പാണ്, അപ്പോൾ നമ്മൾ ഡിസൊല്യൂഷനാണ് അല്ലേ. അതേപോലെ തന്നെ കയാസ്മാറ്റയുടെ ഫോർമേഷനും ഡിപ്ലോട്ടീനിലാണ്. അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് സിനാറ്റോമിക് കോംപ്ലക്സ്, പിന്നെ എന്താണ് ഡയാകൈനസിലേക്ക് വരുമ്പോൾ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ അല്ലേ, നമ്മുടെ ടെർമിനലിലേക്ക് കയാസ്മാറ്റ വരും. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മളുടെ സെൽ സൈക്കിളിൽ നിന്നാണ്. ഒബ്സർവ് ദ ഫിഗർ ഓഫ് സെൽ സൈക്കിൾ ഗിവൻ ബിലോ, നെയിം ദ 2 phases ഓഫ് സെൽ സൈക്കിൾ. മക്കളെ ഇത് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. സെൽ സൈക്കിളിൻ്റെ 2 സ്റ്റേജസ് ആണ് പറയാൻ പറഞ്ഞത്. ഓക്കെ, അതല്ല നമ്മളോട് എം ഫേസിൻ്റെ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എല്ലാവരും കരുതി മൈറ്റോസിസിൻ്റെ 2 സ്റ്റേജസ് ആണെന്ന് കരുതി ചില മക്കൾ എഴുതി വെക്കാറുണ്ട്, കാരിയോകൈനസിസ് സൈറ്റോകൈനസിസ് എന്ന് എഴുതും. ചില ആൾക്കാർ ആ പ്രോഫേസ് മെറ്റാഫേസ് അനാഫേസ് എഴുതി വെക്കും. ഇത് നമ്മുടെ സെൽ സൈക്കിളിലെ 2 ഫേസസ് എന്ന് ചോദിക്കുമ്പം 1 is ഇൻ്റർഫേസ് ആൻഡ് ദി അതർ ഇസ് എം ഫേസ്. അതാണ് സെൽ സൈക്കിളിലെ 2 ഫേസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സ്റ്റേജസ് എ ആൻഡ് ബി. എ എന്നും ബി എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്? ഇവിടെ നടുവിൽ എസ് ഉണ്ട്. അപ്പോൾ എയും ബിയും ഏതാണ്? എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ G1 ഫേസും ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ G2 ഫേസും ആണ്. റെഡി അല്ലേ? ഓക്കെ, ഇനി നമ്മളിതേ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ അനിമൽ കിങ്ഡത്തിൽ നിന്നുള്ള സ്ഥിരം ക്വസ്റ്റ്യൻ, എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ സ്ട്രക്ചർ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത് നമ്മുടെ നിഡോബ്ലാസ്റ്റ് ആണ് അല്ലേ, നിഡോബ്ലാസ്റ്റ്. അടുത്തത്, നെയിം ദ ഫൈലം വിച്ച് പൊസസ് ദ സ്ട്രക്ചർ. നിഡോബ്ലാസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ സീലൻഡ്രേറ്റ എന്ന് പറയുന്ന ഫൈലത്തിന് എന്ത് പേര് കിട്ടിയിട്ടുണ്ട്? നിഡേരിയ എന്ന് പറയുന്ന പേരും കൂടി കിട്ടി. സോ നിഡേരിയ എന്ന് പറഞ്ഞാലും സീലൻഡ്രേറ്റ എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ഇറ്റ്സ് ഫങ്ഷൻ. ഇതിൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് ഡിഫെൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, രണ്ടാമതായിട്ട് പ്രേ ക്യാപ്ചറിനെ സഹായിക്കുന്നുണ്ട്, മൂന്നാമതായിട്ട് എന്താണ് അറ്റാച്ച്മെൻറ്റിനെ സഹായിക്കുന്നുണ്ട്. അറ്റാച്ച്മെൻറ്റ് അല്ലേ, ഹൂക്ക് വെച്ചിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ അഗെയിൻ നമ്മളുടെ അനിമൽ കിങ്ഡത്തിൽ നിന്നാണ്. ഇത് നിങ്ങൾക്ക് മിസ് കാണിക്കാതെ തന്നെ അറിയാം, അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ഫിഗർ എ ആൻഡ് ബി ഷോസ് ദ ഫിഷസ് ഓഫ് 2 different ക്ലാസ്സസ്. ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫറൻഷിയേറ്റ്. പലപ്പോഴും മക്കൾക്ക് പറ്റാറുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാതെ ആ ഒരു ക്ലാസ് അങ്ങോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇതാരാണ്? ഇത് നമ്മളുടെ സ്കോളിഡൻ ആണ് അല്ലേ, സ്കോളിഡൻ. സ്കോളിഡൻ ആണ്. ഇത് ഏത് ക്ലാസ്? കോൺട്രിക്റ്റീസ്. കോൺട്രിക്റ്റീസ്. ഇത് നമ്മുടെ കാട്ടിലെയാണ്, ഓസ്റ്റിക്റ്റീസ്. അപ്പോൾ ഇത് ആദ്യം നിങ്ങൾ ഏതാണ് ആ ഫിഷ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. കാരണം എയും ബിയും എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഫിഷ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? അവരുടെ ഡിഫറൻസ് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇതാണെങ്കിൽ കാർട്ടിലേജ് ആണ്, കാർട്ടിലേജ് എൻഡോസ്കെലട്ടൺ. ഇവിടുത്തെ എൻഡോസ്കെലട്ടൺ കാർട്ടിലേജ് ആണെങ്കിൽ ഇവിടുത്തെ എൻഡോസ്കെലട്ടൺ ബോണിയാണ്. ഇവിടെയാണെങ്കിലോ പ്ലാക്കോയിഡ് സ്കെയിലാണ്, പ്ലാക്കോയിഡ് സ്കെയിൽ. ഇതാണെങ്കിൽ സൈക്ലോയിഡ് ടീനോയിഡ് സ്കെയിൽ. ഇവിടുത്തെ മൗത്തിൻ്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ വെൻട്രൽ മൗത്താണ്, വെൻട്രൽ മൗത്ത്. ഇവിടെയാണെങ്കിലോ ടെർമിനൽ മൗത്ത്, ടെർമിനൽ. എയർ ബ്ലാഡർ ആബ്സെൻറ്റ് ആർക്ക്? നമ്മളുടെ ഇവർക്ക്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് സ്വിമ്മ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ സിങ്ക് ചെയ്ത് പോകും, അതായത് വെള്ളത്തിൽ മുങ്ങിപ്പോവും. പക്ഷേ എയർ ബ്ലാഡർ ആർക്കുണ്ട്? നമ്മുടെ ഓസ്റ്റിക്റ്റീസിനുണ്ട്. ഓസ്റ്റിക്റ്റീസിലുള്ളത് കൊണ്ട് ഇവർക്ക് കുറച്ച് നേരം സ്വിമ്മ് ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് ഇങ്ങനെ പൊങ്ങിക്കിടക്കാൻ ബൊയൻസി കിട്ടും. ഓക്കെ, അടുത്തത് ഓപ്പർക്കുലം, ഗിൽ കവറിങ്. അതാണ് ഓപ്പർക്കുലം. ഇത് ആബ്സെൻറ്റ്, ഇത് പ്രസൻറ്റ്. പിന്നെ നമുക്ക് എന്ത് പറയാം? ഇത് എക്സ്ക്ലൂസീവ്ലി മെറീൻ. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് വാട്ടറിലും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അയ്യോ ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഐഡൻറ്റിഫൈ ദ സ്റ്റേജ്. ഐഡൻറ്റിഫൈ ദ സ്റ്റേജ്. ഏതാണ് മക്കളെ ഈ ഒരു സ്റ്റേജ്? ഏതാണ്? ഇതിൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? നമ്മളുടെ ആ ഒരു സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ പറയുക അനാഫേസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എനി 2 ഫീച്ചേഴ്സ്. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ്. ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ എഴുതാം? ഒന്ന് നമ്മുടെ എന്താ പറയുക, സ്പിൻഡിൽ ഫൈബേഴ്സ് ഷോർട്ടൻ ചെയ്യുന്നു. അപ്പോൾ സെൻട്രോമിയർ സ്പ്ലിറ്റ്, സെൻട്രോമിയർ സ്പ്ലിറ്റ്. ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ആൻഡ് മൂവ്സ് ടു ഓപ്പോസിറ്റ് പോൾ. ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ആൻഡ് മൂവ്സ്
to opposite pole. Moves to opposite pole. Ready alle? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. ഇനി ലാസ്റ്റായിട്ട് മിസ് ആ ഒരു കാൽവിൻ സൈക്കിൾ കൂടെ ഒന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ കാൽവിൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു കാർബോക്സൈലേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ കാർബോക്സൈലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ RUBP പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ആണ് ഇയാൾ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നത്, ഇതൊരു 5 കാർബൺ കോമ്പൗണ്ടാണ്. ഇതിലേക്കാണ് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് അല്ലേ. അപ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ എന്ത് നടന്നു, കാർബോക്സൈലേഷൻ നടന്നു. ഓക്കെ, കാർബോക്സൈലേഷൻ നടന്നു. അതിൻ്റെ ഇടയിൽ കുറേ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. പക്ഷേ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2 molecules of 3-phosphoglycerate ഇതുണ്ടാകും, വിച്ച് ഇസ് എ 3 കാർബൺ കോമ്പൗണ്ട്. അതുകൊണ്ടാണ് 2 മോളിക്യൂൾസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യണം. ഇതിന് റിഡക്ഷൻ നടന്നാലാണ് നമുക്ക് എന്ത് കിട്ടുക, നമ്മുടെ ആ ഒരു ട്രയോസ് ഫോസ്ഫേറ്റ് കിട്ടുക. അതിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ഗ്ലൂക്കോസോ സൂക്രോസോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. സോ റിഡക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കിവിടെ ATPയും പോകുന്നുണ്ട്, NADPHും പോകുന്നുണ്ട്. അത് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്തായിട്ട് മാറും, ADPയും NADP ആയിട്ട് മാറും. അങ്ങനെ അത് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ട്രയോസ് ഫോസ്ഫേറ്റ് കിട്ടും. ട്രയോസ് ഫോസ്ഫേറ്റ്, അതിൽ നിന്നാണ് പിന്നീട് നമ്മൾ സൂക്രോസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സാധനം കിട്ടി. പക്ഷേ ഇത് ഒരു സൈക്കിൾ നടന്നു കഴിഞ്ഞാൽ ആവില്ല. ഇതേപോലെ നമുക്ക് എന്ത് നടക്കണം, 6 തവണ നടക്കണം. അപ്പോൾ 6 തവണ നടക്കണമെങ്കിൽ ഈ ഒരു പ്രൈമറി ആക്സെപ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം, റീജനറേഷൻ ചെയ്യണം. അതാണ് നമ്മളുടെ അടുത്ത സ്റ്റെപ്പ്, ദാറ്റ് ഈസ് റീജനറേഷൻ. ഓക്കെ, അങ്ങനെ റീജനറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, വീണ്ടും ഒരു ATPയുടെ ചിലവുണ്ട്. അപ്പോൾ ഒരു ADP ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു 3 സ്റ്റെപ്പ്. ഓക്കെ, 1 2 3. ഇതാണ് നമ്മുടെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ്. ഇനി എൻ്റെ മക്കളോട് മിസ്സിന് ഒരു ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി എൻസൈം കാറ്റലൈസിങ് ദിസ് റിയാക്ഷൻ. ഈ ഒരു C3 സൈക്കിളിൽ നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ കാർബോക്സൈലേഷൻ കാറ്റലൈസ് ചെയ്യുന്ന ആ ഒരു എൻസൈം ഏതാണ്, ഇവിടുത്തെ ആ ഒരു എൻസൈം എന്നുള്ളത് എൻ്റെ മക്കളെല്ലാവരും കമൻറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.